എരങ്കി ബന്ധാലേ. ലൈവ് ആണെന്നുണ്ടോ? ഉറങ്ങാനാ ഇങ്ങനെ മേക്കപ്പ് ഇട്ടില്ല, ലിപ്സ്റ്റിക്കും മേക്കപ്പും കണ്ണ് എഴുതിട്ട് നീ ഉറങ്ങുന്ന? ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയുള്ളൂ. ഞാൻ എറണാകുളത്ത് എന്റെ വീട്ടിലാണ് എന്റെ അനിയത്തി. ആണോ? അപ്പൊ ഞാൻ വിളിച്ച കാര്യം എന്ന് വെച്ചാല് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മമ്മും ആദിലും വന്ന് റീൽ എടുത്തിട്ടല്ലോ. ഞാനും ഉണ്ടായിട്ടില്ല. മേറ അന്നെ ഒഴിവാക്കില്ല നിങ്ങള്. അല്ല നിങ്ങ മറ്റേതിൽ എന്നെ കൂട്ടിയില്ലല്ലോ. അതിലും നീ എന്താ ചിരഞ്ജീവിയാ? ഡാൻസ് എല്ലാം ഞാൻ പഠിക്കും മോളെ. അല്ല എന്റെ ചെക്കന് ഒരു കാര്യം. ഒന്നുമില്ല, വേറൊരു കാര്യം പറയാനോ. ഞാൻ പറഞ്ഞോളാം. ഞാൻ ലൈവാണ്. അപ്പം ഇത് എന്തായിരുന്നു, അല്ല ഞാൻ കുറെ കാലമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ലൈവില് ചാറ്റ് പറഞ്ഞ ഇപ്പൊ തന്നെ പറ, എന്തിനാ വലിച്ചു നീട്ടുന്നെല്ലാം പറഞ്ഞോണ്ട് പിന്നെ ഞാൻ പ്രഷറായി. ഇങ്ങനെയല്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അല്ലല്ല, പ്രാങ്കൊന്നല്ല റൊമാൻറ്റിക്. ഇത് കുമാൻറ്റിക്കാണ്. ഒരു മിനിറ്റാ, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഇപ്പൊ വിളിക്കാം. മോനെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് നടക്കൂല. കാരണം ഇത് നടക്കൂല. ഇത് സീന. ഞാൻ എന്ത് പറയണം? അറിയാൻ പറ്റില്ല, പെണ്ണുങ്ങളെ കാര്യല്ലേ. ഇത് ഒരു ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ കൊറേ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കാര്യം ചോദിച്ചിട്ട് കേട്ടാക്കാം. പിക്കപ്പ് ലൈൻ ഒന്ന് പറഞ്ഞേക്കല്ല. ഒരു പിക്കപ്പ് ലൈൻ ഇട്ട ഇത് സിറ്റുവേഷൻ ഒന്ന് ഫണ്ണ. ഞാൻ സിറ്റുവേഷൻ ഫണ്ണാക്കി തരാം. ഹായ് മേറെ, എന്റെ കരിയൊന്നും വേണ്ട. എന്റെ ചെക്കൻ എന്തോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇല്ല വിഷമിക്കാവുന്നില്ല. എനിക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് നിന്നെ ഇഷ്ടമാണ്. അല്ലെ ഇങ്ങനെയല്ലേ? നീ ലൈവ് കാണുന്നുണ്ടല്ലോ. ലൈവ് അതിന് ശേഷം നോക്കിയിട്ടുണ്ടാവല്ലോ. സംഭവം മനസ്സിലായില്ല. ആ പിന്നെ എന്തിനാ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? നീ എന്താ കണ്ണെല്ലാം കലങ്ങിയോ? ഇങ്ങനെ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ല. എന്റെ മുഖത്തുണ്ട് അത്. നല്ല ഉണ്ട്. നോക്കാരെ വെല്ലടി. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇത് ആണ്. ഒന്നുമില്ല. നീ എന്താ ഒതുങ്ങിയിരിക്കുന്നേ? നീ എന്തിനാ ഒതുങ്ങിയ? പിന്നെ മമ്മു അറിയുന്നല്ലേ? ഇത് മമ്മു അറിയുന്നത്. അപ്പൊ നിങ്ങക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങക്ക് ഇവനോട് എന്തെങ്കിലും ഇതുണ്ടാ? അല്ലെ ചക്കനോട്, കുട്ടുവിനോട്? എന്റെ കുട്ടുവിനെ നീ എങ്ങനെ കാണുന്നു? അതൊക്കെ അറിയണം. പിന്നെ ലൈവ് അതിനെന്താ? നീ കാര്യം പറ. എന്റെ കുട്ടുവിനോട് നിനക്ക് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാ? ലൈവ് ആയോണ്ട് അപ്പൊ നീ അങ്ങനെ പറയുന്നേ? പേടിയാന്ന? അപ്പം നീ അതെ പണി പാളിയാ മോളെ. റിയലി സോറി. അല്ല ഞാൻ ഇത് ഇവരിങ്ങനെ ഇത് ലൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത ലെവലില് എല്ലാം ഇത് വിട്ടിട്ട് ഞാൻ വന്ന് ഇതാക്കിയാ പറഞ്ഞ കേട്ടോ. നീ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞേറെ. ഇല്ല, ഞങ്ങക്ക് തോന്നിയതാ. ഞങ്ങക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോറി. മൈ ബാഡ്. എനിവേസ്, അപ്പം നോ ഹാർഡ് ഫീലിങ്സ്. ഓക്കെ. അല്ല അങ്ങനെ പറഞ്ഞ സോറിന്റെ വേറൊരു വാക്കാണ്. സോറി പറഞ്ഞത്. അല്ല ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പാതിരാത്രി 1 മണിക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മോശം കാര്യമല്ല. അതുകൊണ്ടൊരു സോറി പറഞ്ഞ. ആരാ വന്നേ? പിള്ളേരാ? കൊറേ ആൾക്കാർ സൗണ്ട് വെക്കുന്ന. ഡോർ എടുക്കുന്ന സൗണ്ട് ഇങ്ങോട്ട് വരും.
അപ്പം ഇതെന്താ? അല്ല ചാറ്റ് പറയുന്നത് ഇത് ഞാൻ പറയുന്നില്ല. ചാറ്റ് വന്ന് ഷീ ലവ്സ് യു എന്ന് പറഞ്ഞാൽ ചാറ്റ് സ്പാം ചെയ്യുന്നത്. എന്താണ്? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനല്ല, ഞാൻ മറ്റൊന്നും പറയാൻ പറ്റില്ല. ആർക്കും എന്ത് സംഭവിക്കാനേ ഈ ലോകത്ത്. കാക്കവരെ മലർന്ന് മറക്കുമല്ലോ. ആണ് അതാ ആണ് അതാ അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ ആ അപ്പൊ നിനക്ക് എങ്ങനത്തെ ആളെ ഇഷ്ടം? ആരെയും കിട്ടിയാ മതിയാ? കണ്ട ഷമീറന്മാരെല്ലാം കിട്ടിയാ മതിയോ? എക്സ്ട്രോവേർട്ടിനെ ഇഷ്ടം? ഞാൻ എക്സ്ട്രോവേർട്ടാ. ഞാൻ രണ്ടിന്റെ ഇടയിലല്ലേ. ആംബിവേർട്ടാണോ? ആംബിവേർട്ട് ഓക്കെ ആണോ നിനക്ക്? നിനക്ക് ആംബിവേർട്ട് ഓക്കെ ആണോ? അല്ല അല്ല, ആണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്ന. ഇവനുമായിട്ട് ബന്ധമൊന്നുമില്ല. ആംബിവേർട്ട് നിനക്ക് ഓക്കെ ആണോ? ആണ് ആണോ? ആ തീരെ ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ തീരെ ഇൻട്രോവേർട്ട് അല്ല. അപ്പൊ ആണോ ഇല്ലയോ? ആണോ? അതാരാ? അടുത്താരാ? എട്ടുകാലി. ഇവിടെ ഒരു എട്ടുകാലി ഉണ്ട്. ഞാനാ? അല്ല. ആ അപ്പോ എന്താന്ന് പേടിച്ചിട്ട് മറന്നുപോയി. നിന്റെ പേരെന്താ? അല്ല എന്താ ചോദിക്കണ്ടേ ഞാന്? നമ്മളിവിടെ ഒരു കൂട്ടം ഇൻട്രോവേർട്സ് ആണ് സംഭവം. ബേസിക്കലി ആ സംഭവം. ഞാനും വെറുതെ എക്സ്ട്രോവേർട്ട് ആയിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അതെന്താ? അതെന്താ നിനക്ക് അറിയാന്ന് പറഞ്ഞ ഞാൻ ഇൻട്രോവേർട്ട് അറിയാന്ന് പറഞ്ഞ അതിന് എന്താ എന്തെങ്കിലും കാരണം ഉണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം? അതെ അതെ, ഞാൻ സൈലന്റാ. റിയൽ ലൈഫിൽ ഞാൻ സൈലന്റാ. അപ്പൊ ആംബിവേർട്ട് ഓക്കെ അല്ലേ? ആംബിവേർട്ട് ഓക്കെ അല്ലേ? നമുക്ക് ഉറപ്പിച്ചോടെ? 1ാം തരം, 2 തരം, 3 തരം ഓക്കെ ആണ്? ഓക്കെ ആണ്? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അല്ല അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ നമുക്ക് സംസാരിക്കാമല്ലോ. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ സങ്കല്പങ്ങളെല്ലാം ഷെയർ ചെയ്യാലോ അല്ലെ. എന്തായാലും നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി, എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായി. അപ്പൊ നമ്മൾ അങ്ങോട്ടോട്ട് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല അങ്ങനല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറൊന്നും വിചാരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് അപ്പം ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള വേറെന്താ നിന്റെ സങ്കല്പം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള? ജസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. സങ്കല്പം ഒരു ടൈമിൽ 2-3 പേരെ നോക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിന്റെ കാര്യമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള. കല്യാണം കഴിച്ചാ പിന്നെ വേറെ ആളെ നോക്കൂലല്ലോ. ഈ അതൊന്ന് പിന്നെ വേറെ പിന്നെ സാധാ എല്ലാരും പറയണ പോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത്രയുള്ളൂ. അപ്പൊ ലോയൽറ്റി ആണ് നിന്റെ ഏറ്റവും മെയിൻ. നിയാദിന് ഏറ്റവും കൂടുതലുള്ളത് ലോയാലിറ്റിയാണ്. നിയാദിന് ഏറ്റവും കൂടുതൽ ലോയാലിറ്റിയും പിന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി, അതുമാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞ ഗോദ്രേജിന്റെ ഇൻവേർട്ടർ 2 ഉണ്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് ഞാൻ പറയട്ടെ, എന്റെ സങ്കല്പത്തില് എക്സ്ട്രോവേർട്ട് മാത്രല്ല, ഇൻട്രോവേർട്ട് മാത്രല്ല കേട്ടോ. എക്സ്ട്രോവേർട്സിനും കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രോവേർട്സും നല്ലതാ. ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ് ഇൻട്രോവേർട്സ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡാവും, അങ്ങനെ മാറി കളിക്കും. അപ്പൊ എക്സ്ട്രോവേർട്ടും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉള്ള ആളെയാണോ ഇഷ്ടം, ഹൈറ്റ് ഇല്ലാത്ത ആളെയാണോ ഇഷ്ടം?
ഹൈറ്റ് ഉള്ള ആളെ ആ. എന്താ പിന്നെ ചെറിയ ചെറിയ അപ്പൊ ഈ പക്രൂന ഇഷ്ടമല്ല അല്ല പക്രു ഞാൻ പറഞ്ഞ അത്ഭുത ദ്വീപിൽ അഭിനയിക്കുന്ന നീ മടിച്ചല്ലോ. ഞാൻ നിനക്കിട്ട് പണി വെക്കും പണി ചെയ്യും എന്നാ ഓക്കെ അല്ല എന്താണ് അപ്പൊ ഓക്കെ മേറെ ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സെൻസസ് ഇങ്ങനെ പെൺകുട്ടികളായാലും സെൻസസ് ഒന്നും എടുത്തു ഭാരത സർക്കാരിന് വരുന്ന സെൻസസ് ഒന്നല്ല നേരെ ഞാനുള്ള കാര്യം പൊതു താല്പര്യാർത്ഥം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ബൈ സി യു. ബൈ ബൈ. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ വിളിക്കുന്നത്? അല്ല ചോദിച്ച അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് അല്ല എന്നോട് ഇടക്കിടക്കിന് ആൾക്കാർ വിളിക്കാൻ പറയും. ഇന്ന് ഞാൻ വിളിച്ചില്ലേ അപ്പൊ എനിക്കിന്ന് തൊപ്പിനെ വിളിച്ചപ്പോ ഞാൻ തൊപ്പിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓ അപ്പൊ നിങ്ങൾക്ക് അല്ല ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചില്ല. വേറെ നീ ആരും തൊപ്പി വിളിച്ചില്ലേ എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നീ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു കൊടുക്ക. ഞാൻ ഇന്ന് അതിന് മുന്നേ എപ്പോ വിളിച്ചത്? ഇന്നലെ അതിന് മുന്നേ കൊറേ കാലം മുന്നേ. ഇന്ന് എന്തോ ഇതിന് ഇവര് മൂന്നാളും റീൽസ് എടുക്കാൻ പോയപ്പം ആടുന്ന് വിളിച്ചത് വരുന്ന വെച്ചിട്ട് വിളിച്ചത്. ഒറ്റ പ്രാവശ്യം വിളിച്ചതാണ്. പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും നമ്മളെപ്പോ വിളിക്കലുണ്ടെന്നല്ല വിചാരിക്കും. അപ്പൊ എനിവേസ് അപ്പൊ സിയോ ഓക്കെ ബൈ. അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല അല്ല ബുദ്ധിമുട്ടില്ല. അപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ ബൈ. സിയോ. അപ്പൊ ഓക്കെ ഞാൻ എന്തോ പറയാൻ വന്നിന് മറന്നുപോയി. ബൈ. ഓക്കെ ശരി. ഓക്കെ ഗൈസ്